അപ്പോൾ നമ്മൾ ഇന്നലെ പിന്നെ പഴയ സ്കൂട്ടർ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിരുന്നത് നമുക്ക് ഇന്നത് വാഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി ഓടിക്കാവുന്ന രീതിയിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇന്ന് കുറേയധികം തിരക്കുകളും കാര്യങ്ങളും രാവിലെ മുതൽ മഴയും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അതിന് പോയില്ല. പകരം നമുക്ക് അവിടെ ഒരു ഫിയറ്റ് കാർ കിടപ്പുണ്ട്, നമുക്ക് അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 2018 ഡിസംബർ 31 നമ്മൾ അതിന് പുതിയ ബാറ്ററി വാങ്ങിച്ചു വെച്ച് അന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കംപ്ലീറ്റ് റെഡിയാക്കി വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ്. ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ 2018 ജനുവരിക്ക് ശേഷം അത് ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ബാറ്ററിയുടെ കണക്ഷൻ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് വിട്ടിരുന്നതായിരുന്നു. പക്ഷേ ചാർജൊക്കെ ഓട്ടോമാറ്റിക് അത് ഡിസ്ചാർജ് ആയി പോയി. അത് കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നപ്പം ഇതിൻ്റെ ബാറ്ററി എടുത്ത് അഴിച്ചൊന്ന് ചാർജ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി നമ്മളിവിടെ ചാർജ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അത് സ്റ്റാർട്ടാകുമെന്ന് നോക്കാം. അതിൻ്റെ ഒരു കോൾഡ് സ്റ്റാർട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ജ്യൂസ് എടുക്കാം. ഇതാണ് അതിൻ്റെ രീതി. ഇന്നലെ രാത്രി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫൈനലി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. അതിപ്പോൾ ഇന്ന് ഇത് കഴുകി വൃത്തിയാക്കി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാനായിട്ട് ഇന്ന് നമുക്ക് പറ്റുന്നില്ല. കാരണം ഇന്ന് ഈ ബാറ്ററി ചാർജ് ചെയ്ത് കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കൂടുതലായി. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നെങ്കിലും ഈ വണ്ടി ഒന്ന് തിയേറ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് നോക്കുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യും മുമ്പ് ഇന്ത്യയിലെ ഫിയറ്റിനെ കുറിച്ച് അല്പം ചരിത്രം. ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ ഇന്ത്യയിൽ വ്യവസായ വളർച്ചയ്ക്ക് അടിസ്ഥാനമിട്ട് ഇന്ന് നാം കാണുന്ന ഈ ആധുനിക വളർച്ചയിലേക്ക് ഇന്ത്യയെ പിച്ചവെച്ച് നടത്തിയ, ഇന്ത്യ കടപ്പെട്ടിരിക്കുന്ന ക്രാന്തദർശികളായ ചില വ്യവസായികൾ നമുക്കുണ്ട്. ടാറ്റ ഗ്രൂപ്പ് സ്ഥാപകൻ ജാംഷഡ്ജി ടാറ്റ, ഭാരതരത്ന JRD ടാറ്റ, ബിർള ഗ്രൂപ്പ് സ്ഥാപകൻ ശിവനാരായൺ ബിർള, മുഹമ്മദ് മഹീന്ദ്ര, ജംനാലാൽ ബജാജ് എന്നിവരെ പോലെ ഇന്ത്യയിലെ ഒരു പ്രമുഖ വ്യവസായിയും വാൽചന്ദ് ഗ്രൂപ്പിന്റെ സ്ഥാപകനുമായിരുന്നു 1882 ഗുജറാത്തിലെ ഒരു ജൈന കുടുംബത്തിൽ ജനിച്ച വാൽചന്ദ് ഹരിചന്ദ് ദോഷി. ഇന്ത്യയിലെ ആദ്യകാലത്തെ പല പ്രമുഖ വ്യവസായങ്ങൾക്കും തുടക്കം കുറിച്ചത് അദ്ദേഹമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഷിപ്പ്യാർഡ് 1940 ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന പേരിൽ അദ്ദേഹം സ്ഥാപിച്ചു. ഇത് 1961 കേന്ദ്ര സർക്കാർ ദേശസാൽക്കരിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ എയർക്രാഫ്റ്റ് കമ്പനി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അഥവാ HAL 1940 അദ്ദേഹം സ്ഥാപിച്ചതാണ്. 1942 ബ്രിട്ടീഷ് സർക്കാർ ഇത് ഏറ്റെടുത്തു. 1926 സ്ഥാപിച്ച ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻസ് കമ്പനി, 1903 സ്ഥാപിതമായ പ്രീമിയർ കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ്, ഇന്ത്യയിലെ ആദ്യത്തെ ഷിപ്പിംഗ് കമ്പനിയായ 1919 സ്ഥാപിതമായ ദ ഇന്ത്യ സ്റ്റെം നാവിഗേഷൻ കമ്പനി, വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, റവൽഗോൺ ഷുഗർ ഫാംസ് ലിമിറ്റഡ്, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി, ഇത് 1947 ഭാരത സർക്കാർ ദേശസാൽക്കരിച്ചു. മൈസൂർ പെട്രോകെമിക്കൽസ് ലിമിറ്റഡ്, ഇന്ത്യൻ ഹ്യൂംസ് പൈപ്പ് കമ്പനി ലിമിറ്റഡ്, കൂപ്പർ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, ആക്രോ ഇന്ത്യ ലിമിറ്റഡ്, സ്റ്റുഡിയോ വാൾചന്ദ് എന്ന ബോംബെയിലെ പ്രശസ്തമായ ഫിലിം സ്റ്റുഡിയോ എന്നിങ്ങനെ ഒട്ടനവധി വ്യവസായ സംരംഭങ്ങളും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹം ഇന്ത്യയിൽ ആരംഭിച്ചു. 2004 അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ കാർ നിർമ്മാണ ഫാക്ടറിയായ പ്രീമിയർ ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് 1944 വാൾചന്ദ് സ്ഥാപിച്ചു. അതെ, ഇറ്റാലിയൻ ഫിയറ്റുമായി ചേർന്ന് നമ്മുടെ സ്വന്തം പ്രീമിയർ പത്മിനി നിർമ്മിച്ച അതേ പ്രീമിയർ തന്നെ. 70കളിൽ കാർ എന്നത് ആഡംബരത്തിന്റെ അവസാന വാക്കായിരുന്ന കാലത്ത് ഫിയറ്റിന് ഇന്ത്യൻ നിരത്തുകളിൽ എതിരാളികളായി കളത്തിലുണ്ടായിരുന്നത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസഡറും കോണ്ടസ ക്ലാസിക്കും മാത്രമായിരുന്നു. വണ്ടിയുടെ ഒതുക്കവും മികച്ച ഡ്രൈവും ഹാൻഡിലിങ്ങും പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും എല്ലാം ചേർന്നപ്പോൾ ഫിയറ്റ് പത്മിനി ഇന്ത്യയിലെ സെലിബ്രിറ്റികളുടെ പ്രിയപ്പെട്ട കാറും ആഡംബര ചിഹ്നവുമായി മാറി. അമീർ ഖാൻ അടക്കം ബോളിവുഡിലെയും രജനീകാന്ത്, മമ്മൂട്ടി അടക്കം തെന്നിന്ത്യയിലെയും പ്രമുഖ താരങ്ങളുടെയും പ്രിയപ്പെട്ട വാഹനമായി പ്രീമിയർ പത്മിനി മാറി. തുടക്കം മുതൽ അടുത്ത കാലത്ത് 20 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങളെ ഒഴിവാക്കും വരെ ബോംബെ നഗരത്തിലെ പ്രിയപ്പെട്ട ടാക്സിയായും പത്മിനി പതിറ്റാണ്ടുകൾ നിരത്തുവാണു. ധാരാളം പഴയകാല സിനിമകളിലെ പ്രധാന രംഗങ്ങളിൽ, ഉദാഹരണത്തിന് 88 ഇറങ്ങിയ മലയാള സൂപ്പർ ഹിറ്റ് ആര്യനിലെ സംഘട്ടന രംഗങ്ങളിൽ 100 കണക്കിന് പത്മിനി കാറുകളുണ്ട്. അടുത്തിടെ ഇറങ്ങിയ മലയാള ചലച്ചിത്രം ജോഷിയുടെ പൊറിഞ്ചു മറിയം ജോസിൽ വരെ പഴയകാല ആഡംബര വാഹനമായി പ്രീമിയർ പത്മിനി നിറഞ്ഞു നിൽക്കുന്നു.
ആധുനിക ഇന്ത്യയുടെ ശില്പിയും മൈസൂറിന്റെ 19ാമത്തെ ദിവാനുമായിരുന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ സിവിൽ എഞ്ചിനീയർ ഭാരതരത്ന സർ എം വിശ്വേശ്വരയ്യയുടെ പ്രോത്സാഹനത്തിലും മാർഗനിർദ്ദേശപ്രകാരവുമായിരുന്നു വാൽചന്ദ് പ്രീമിയർ ഓട്ടോമൊബൈൽസ് സ്ഥാപിച്ചത്. കൃഷ്ണരാജസാഗർ അണക്കെട്ടിന്റെ ചീഫ് എഞ്ചിനീയർ കൂടിയായിരുന്ന വിശ്വേശ്വരയ്യയുടെ ജന്മദിനം സെപ്റ്റംബർ 15 ഇന്ത്യയിലും ശ്രീലങ്കയിലും ടാൻസാനിയയിലും എഞ്ചിനീയേഴ്സ് ഡേ ആയി ആചരിക്കുന്നു. 1947 ഒക്ടോബറിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത ട്രക്കുകളും കാറുകളും പ്രീമിയർ നിരത്തിലിറക്കി. പിന്നീട് അമേരിക്കയിലെ ക്രൈസ്ലറിൽ നിന്നും പ്ലിമത്ത് ലൈസൻസിൽ കാറുകളും ഡോഡ്ജിന്റെ ലൈസൻസിൽ ഫെരാഗോ ട്രക്കുകളും ഇന്ത്യൻ നിരത്തുകളിൽ ഇറങ്ങി. 1964 മുതൽ ഇറ്റാലിയൻ വാഹന നിർമ്മാതാക്കളായ ഫിയറ്റിൽ നിന്നും ലൈസൻസോടെ ഫിയറ്റ് 1100D മോഡൽ ഇന്ത്യയിൽ ഫിയറ്റ് 1100 ഡിലൈറ്റ് എന്ന പേരിൽ ആദ്യമായി നിരത്തിലിറങ്ങി. 1964 ഫിയറ്റ് ഡിലൈറ്റായി അവതരിച്ചപ്പോൾ 1089 cc 4 സിലിണ്ടർ കാർബറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 4800 RPMൽ 47 bhp അഥവാ 35 കിലോവാട്ട് ശക്തിയും 71 Nm ടോർക്കും പ്രദാനം ചെയ്തിരുന്നു. 130 km/h ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഫിയറ്റിന്റെ ഉയർന്ന വേഗത. 1973 പുതിയ മോഡൽ ഇറക്കിയത് പ്രീമിയർ പ്രസിഡന്റ് എന്ന പേരിലാണ്. എന്നാൽ 74 ഇന്ത്യ ഗവൺമെന്റിന്റെ അഭ്യർത്ഥനയെ മാനിച്ച് രജപുത്ര റാണിയായ റാണി പത്മിനിയുടെ ബഹുമാനാർത്ഥം പ്രീമിയർ പത്മിനി എന്ന പേരും മാറ്റുകയും തുടർന്ന് 90കളുടെ അവസാനം വരെ പ്രീമിയർ പത്മിനി നിരത്ത് വാഴുകയും ചെയ്തു. ഇതിനിടെ ഫിയറ്റ് 124 മോഡൽ അടിസ്ഥാനമാക്കി എഞ്ചിൻ ഭാഗം നിസാനിൽ നിന്ന് കടം കൊണ്ട് ഫ്ലോർ ഷിഫ്റ്റിംഗ് സഹിതം പ്രീമിയർ 118 എന്നിയും 1994 ഫിയറ്റ് സഹകരണത്തോടെ ഡീസൽ എഞ്ചിനിലൂടെ പ്രീമിയർ പത്മിനി 137Dയും NE 138Dയും ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ഡീസൽ മോഡൽ 137Dയുടെ 1366 cc ഡീസൽ എഞ്ചിന് ടർബോ ചാർജർ ഇല്ലെങ്കിൽ കൂടിയും അന്തരീക്ഷ മർദ്ദത്തിലൂടെ മാത്രം എയർ ഇൻടേക്ക് എടുത്ത് ഡയറക്റ്റ് ഇഞ്ചക്ഷനിലൂടെ 45 bhp അഥവാ 34 കിലോവാട്ട് കരുത്തും 68 Nm ടോർക്കും 140 km ടോപ്പ് സ്പീഡും 1 ലിറ്ററിന് 24 km മൈലേജും ARI അംഗീകരിക്കുന്നത് 18 ലഭിച്ചിരുന്നു. എങ്കിലും 1997 ഉദാരവൽക്കരണത്തിന്റെ കുത്തൊഴുക്കിലും പാൽ മാനേജ്മെന്റിന്റെ പിടിപ്പുകേടും വിദേശ ബ്രാൻഡുകളുമായുള്ള കിടമത്സരത്തിലും പിടിച്ചു നിൽക്കാനാകാതെ കമ്പനിയുടെ ബോംബെയിലെ കുർള നിർമ്മാണശാലയുടെ മേജർ ഷെയറുകൾ പൂർണ്ണമായും ഫിയറ്റിന് വിറ്റിരുന്നു. എത്ര ഉന്നതമായ പാരമ്പര്യം അവകാശപ്പെട്ടാലും എത്ര വിജയങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും മാറുന്ന കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും വെല്ലുവിളികളെ നേരിടാനും പുതിയ തലമുറ പ്രാപ്തമല്ലെങ്കിൽ എത്ര വലിയ സാമ്രാജ്യങ്ങളും അസ്തമിക്കും, എത്ര വലിയ ബിസിനസ്സുകളും തകർന്നു പോകാം എന്നതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രൗഢിയായിരുന്ന അംബാസഡറിൻ്റെയും ഫിയറ്റിൻ്റെയും കഥ. എങ്കിലും വാഹനപ്രേമികളുടെ മനസ്സിൽ അംബാസഡറും പ്രീമിയറും എന്നും നിത്യഹരിതമായി തന്നെ നിലനിൽക്കും. നിർമ്മാണശാല ഏറ്റെടുത്ത ഫിയറ്റ് പത്മിനി മോഡലുകളുടെ നിർമ്മാണം 2000 പൂർണ്ണമായും അവസാനിപ്പിച്ചു. ഫിയറ്റ് ഇന്ത്യ അന്താരാഷ്ട്ര മോഡലുകളായിരുന്ന ഉനോയും പാലിയോയും പെട്രോയിലേക്കും പിന്നീട് ലീനിയ പുന്തോ മോഡലുകളിലേക്കും ശ്രദ്ധ പതിപ്പിച്ചു. പിന്നീട് മാരുതി, ടാറ്റ, ഷെവർലെ, പ്രീമിയർ, ഫിയറ്റ് എന്നീ 5 പ്രമുഖ കാർ നിർമ്മാതാക്കളുടെ കാറുകളുടെയും SUVകളുടെയും അടക്കം 24 വിവിധ മോഡലുകൾക്ക് കരുത്തേകിയ ലോകപ്രശസ്തമായ ഇന്ത്യയുടെ ദേശീയ എഞ്ചിൻ എന്നറിയപ്പെട്ടിരുന്ന 1.3 മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിനിലൂടെ ഫിയറ്റ് വീണ്ടും 2 പതിറ്റാണ്ടുകൾ നിരത്തുകൾ വാണു. ഒടുവിൽ 2020 ജനുവരി 24 തങ്ങളുടെ രഞ്ജൻഗാവിലെ നിർമ്മാണശാലയിൽ നിന്നും 8,48,000ാമത്തെയും അവസാനത്തേതുമായ 1.3 മൾട്ടിജെറ്റ് എഞ്ചിൻ പുറത്തിറക്കി. ഫിയറ്റ് നിർമ്മാണശാലയിൽ നേരിട്ട് 8,48,000 മറ്റ് നിർമ്മാതാക്കൾ ഫിയറ്റ് ലൈസൻസിൽ നിർമ്മിച്ചവ കൂടി കൂട്ടിയാൽ ആകെ 9,60,719 ഡീസൽ എഞ്ചിനുകൾ. ഈ അവസാനത്തെ എഞ്ചിനോടുകൂടി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ BS6 നിബന്ധനകൾ പാലിക്കാൻ നിൽക്കാതെ ഫിയറ്റ് ഇന്ത്യയിൽ മൾട്ടിജെറ്റ് എഞ്ചിനുകളുടെ നിർമ്മാണം പൂർണ്ണമായി അവസാനിപ്പിച്ച് ഫിയറ്റ് ബ്രാൻഡ് ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി പിൻവലിച്ച് ക്രൈസ്ലർ ജീപ്പിൽ മാത്രമായി ഒതുങ്ങി. ഏതായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി ഇക്കഴിഞ്ഞ ഒക്ടോബർ 13 പ്രീമിയർ പത്മിനിയെക്കുറിച്ച് ടൈംസ് നൗ ന്യൂസ് പോർട്ടലിൽ വന്ന കൗതുകകരമായ ഒരു വാർത്തയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒക്ടോബർ 13 സൗമ്യ അഗർവാൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണത്. സോഷ്യൽ മീഡിയയിൽ തമിഴ്നാട്ടിൽ നിന്നും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ചാണ് വാർത്ത. ഡ്രൈവർ ഇല്ലാതെ ഒരു പ്രീമിയർ പത്മിനി കാർ ഹൈവേയിലൂടെ ഓടുന്നു. എന്താണ് അതിൻ്റെ രഹസ്യം? നമുക്ക് നോക്കാം.
നമുക്ക് ടൈംസ് നൗവിലെ ദൃശ്യങ്ങൾ തന്നെ പരിശോധിക്കാം. அப்படியே கிராஸ் பண்ணுங்க வர ப்ரோ அப்படிதான் ப்ரோ ஓட்டிட்டு இருக்கான் அதனால ரைட் சைடுல ஏறுங்க ப்ரோ அப்பதான் ஏறுங்க டிரைவர் சீட்ல ஆள் இல்லங்கிறது தெரியும் அதுக்கு இருக்க வாய்ப்பு இல்லை போயிட்டாங்க என்ன ப்ரோ இப்போ ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പ്രീമിയർ പത്മിനിയുടെ ആ ദൃശ്യങ്ങൾ. എന്തായിരിക്കും ഇതിൻ്റെ രഹസ്യം? കൂടുതൽ അറിയുവാനായി ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് മൾട്ടിജെറ്റിൻ്റെ പിതാമഹൻ 1366 cc ഓവർഹെഡ് ക്യാംസ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഡീസൽ എഞ്ചിൻ കരുത്ത് പകരുന്ന പഴയ പടക്കുതിര പ്രീമിയർ 137D 20 മാസങ്ങൾക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന ഈ വാഹനം, അതായത് 2019 ജനുവരിക്ക് ശേഷം ആദ്യമായി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. നമുക്കതൊന്ന് നോക്കാം. എന്തായാലും അതത്ര ഈസി ആയിരിക്കത്തില്ല, കാരണം കഴിഞ്ഞ 1.5 വർഷത്തിൽ കൂടുതലായി വണ്ടി ഡൗൺ ആണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഇവിടുന്ന് ഇതിൻ്റെ തട്ടിൽ നിന്നൊക്കെ കുറേ തുരുമ്പൊക്കെ വീണ് ആകെ ഇതായിട്ടിരിക്കും. ഇതിൻ്റെ കണ്ടാലറിയാം. അങ്ങനെ ഇതിവിടെ നല്ലവിടെ പൊടിഞ്ഞ് തുരുമ്പും സാധനങ്ങളെല്ലാം കൂടെ അവിടെ വീണ് കിടക്കുകയാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ബാറ്ററി ചാർജ് ചെയ്തത് ഇവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് 2018 നമ്മൾ വാങ്ങിച്ച 2018 ഡിസംബറിൽ വാങ്ങിച്ച ബാറ്ററിയാണ്. അധികം ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ബാറ്ററി ഇരുന്ന് അത് ഡൗൺ ആയി. അതിൻ്റെ ചാർജ് തീർന്നു. അമറോണിൻ്റെ ബാറ്ററി ആയിരുന്നു. അതുകൊണ്ട് നമ്മളത് കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയി അത് കൊടുത്തിട്ടൊന്ന് ചാർജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വണ്ടി ഇത് നല്ല കണ്ടീഷനിലായിരുന്നു. അപ്പോൾ അത് അന്ന് ഇങ്ങോട്ട് എടുത്ത് ഏറ്റവും അവസാനത്തെ ദിവസം ഈ ഷെഡിലേക്ക് എടുത്ത് കയറ്റാൻ നേരം, ഇവിടെ നിങ്ങൾ തിരിഞ്ഞ് കയറാൻ നേരം ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് തട്ടിയിട്ട് ഇതിൻ്റെ ഈ മൽഗാട് ബമ്പർ ഇവിടെ വെച്ച് പൊടിഞ്ഞു പോയി. അത് പൊടിഞ്ഞ് തുരുമ്പിച്ചിരുന്നതാണ്. ഇതിൻ്റെ ഇവിടെ തുരുമ്പിച്ചിരുന്നതാണ്. അത് കാരണം ജസ്റ്റ് ചെറുതായിട്ട് ആ തൂണിലൊന്നും തട്ടിയപ്പോഴത്തേക്ക് അതങ്ങ് പോയി. നമുക്ക് സാരമില്ല, അത് നമുക്ക് ഫിക്സ് ചെയ്യാം. ആദ്യം വണ്ടി നമുക്ക് സ്റ്റാർട്ട് ആകുമോ എന്ന് നോക്കാം. ഈ വണ്ടിയുടെ ഈ ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ മൂടിയിട്ടിരിക്കുമായിരുന്നു. വണ്ടി പൊടിയും ചപ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷീറ്റ് ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് വണ്ടി മൂടിയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ തന്നെ ഇട്ടിരിക്കുമായിരുന്നു കഴിഞ്ഞ 1.5 വർഷമായിട്ട്. എന്തായാലും ഭാഗ്യത്തിന് വലുതായിട്ട് എയർ പ്രഷറൊന്നും വലുതായിട്ട് കുറവ് കാണുന്നില്ല. പക്ഷേ വീൽ ഇതിൻ്റെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി അങ്ങനെ അധികം ഉപയോഗിക്കാതെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വീൽ ബ്രാക്കറ്റും വീൽ വയറിങ്ങും ഒക്കെ കയറി സ്റ്റക്ക് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓടുന്ന കാര്യം അത് നമുക്ക് പിന്നീട് പരിഗണിക്കാം. ആദ്യം നമുക്ക് വേണ്ടുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇച്ചിരി ശ്രമകരമായ പരിപാടിയാണ് എന്തായാലും, കാരണം ഇത്രയും നാളുകൊണ്ട് അത് വണ്ടി ശരിക്കും ഓടാതെ കിടക്കുന്നുള്ള ഒരു പ്രശ്നമാണ്. ഇതാണ് നിങ്ങൾക്ക് വണ്ടിയുടെ ഇന്നർ സൈഡ് കാണാം. ഇത് ബക്കറ്റ് സീറ്റൊന്നും അല്ല, 96 മോഡൽ ബെഞ്ച് സീറ്റാണ്. ഇത് സാധാരണ അന്ന് നേരത്തെ ഉണ്ടായിരുന്നതാണ്. രണ്ടു മാറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗിയറാണ് വണ്ടി. അത് സാധാരണ നമ്മുടെ മാറ്റാണ് അത് കിടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം വരെ കാണാം. അതിനകത്ത് സ്റ്റിയറിംഗ് ഗിയറും അതേപോലെ ക്യാബിന് പാലും ഒക്കെ ഉണ്ട്. നല്ല കണ്ടീഷനായിരുന്നു. ഇതിനകത്ത് സ്റ്റീരിയോയും ഒക്കെ ഉണ്ടായിരുന്നു. AC ഒന്നും ഇല്ലാത്ത മോഡലാണ്. പക്ഷേ ഇതിനകത്ത് നോക്കാം നമുക്ക്. ഇതിനകത്ത് ഇവിടെ സ്വിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്വിച്ചുകളെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള സ്വിച്ചുകളൊക്കെ ആയിരുന്നു. അതെല്ലാം ഫ്രണ്ടിലത്തെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ സ്റ്റീരിയോ ഉണ്ടായിരുന്നു, അതിൻ്റെ സ്വിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിൽ ഈ ഫാനിൻ്റെ സ്വിച്ച്, അങ്ങനെ എല്ലാം ഒരുപാട് സ്വിച്ചുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും വർക്കിംഗ് കണ്ടീഷനിലല്ല, കാരണം അതെല്ലാം പോയി കിടക്കുവാണ്. നമ്മളിതിൻ്റെ വയറിങ് കംപ്ലീറ്റ് ആയിട്ട് റീവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. വണ്ടി റീസ്റ്റോറേഷൻ ആവശ്യമായിട്ട് വരും. പക്ഷേ നമുക്കതിന് മുമ്പായിട്ടെല്ലാമായിട്ട് വണ്ടി ഇത് പ്രീമിയർ 137D ഡീസൽ എഞ്ചിനാണ്. പ്രീമിയറിൻ്റെ ആദ്യമായിട്ട് ഇവിടെ ഇന്ത്യയിൽ ഇറങ്ങിയ ഡീസൽ മോഡൽ വണ്ടിയാണ്. അതിന് മുമ്പ് ഒരു പെട്രോൾ ആയിരുന്നു, ഡീസൽ വണ്ടിയാണ് ഇറങ്ങിയത്. ആ ഡീസൽ വണ്ടിയുടെ ഫസ്റ്റ് മോഡലിൽ ഉള്ള വണ്ടിയാണിത്. അപ്പം ഡീസലിൽ തന്നെ അത്യാവശ്യം നല്ല മൈലേജും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫാദറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വണ്ടി. അപ്പോൾ പിന്നീട് അങ്ങനെ മറ്റ് പുതിയ വണ്ടികളൊക്കെ വന്നതോടുകൂടി നമ്മളങ്ങനെ ഉപയോഗിക്കാതായി. പക്ഷേ എങ്കിലും നമ്മൾ വണ്ടി കൊടുത്തിട്ടില്ല. ഇത് ഇടയ്ക്ക് ഇതുപോലെ 6 മാസം 1 വർഷമൊക്കെ ഇരിക്കുമ്പോഴൊക്കെയാണ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാറുള്ളത്. ഇതിപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ അനിയനും ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു. അങ്ങനെ വണ്ടി ഇവിടെ കിടക്കുമായിരുന്നു. പക്ഷേ ഓരോ പ്രാവശ്യം നമ്മൾ ഈ അവധിക്കുമൊക്കെ വരുമ്പം അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ഈ പ്രാവശ്യം 4 ദിവസം ഓണത്തിന് വരുമ്പോൾ ഇത് റെഡിയാക്കാം, സ്റ്റാർട്ടാക്കാം എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷേ അതൊന്നും നടക്കാറില്ല. കാരണം അതിനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല. 1-2 ദിവസത്തേക്കായിട്ട് വന്ന് തിരിച്ചു പോകും. ഓണത്തിൻ്റെ സമയത്ത് വന്ന സമയത്താണ് ഇതിൻ്റെ ബാറ്ററി അഴിച്ച് 2 ആഴ്ചയ്ക്ക് മുമ്പ് ചാർജ് ചെയ്യാനായിട്ട് കൊടുത്തത്.
ചാർജ് ചെയ്ത ബാറ്ററി നമുക്കിവിടെ ഉണ്ട്. പക്ഷേ എങ്കിലും വണ്ടി സ്റ്റാർട്ടാകുമോ എന്ന് നമുക്ക് ഇപ്പോഴും ഒട്ടും നമുക്ക് പറയാൻ കഴിയത്തില്ല. എങ്കിലും നമുക്ക് ഫിയറ്റാണ് വണ്ടി, അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാകും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. നമുക്ക് നോക്കാം. കഴിഞ്ഞ നമ്മൾ 96-ന് ശേഷം 4 വർഷം നമ്മൾ ഉപയോഗിക്കാതിരുന്ന ബജാജ് ക്ലാസിക് സ്കൂട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതുകൊണ്ട് തന്നെ ഇതും സ്റ്റാർട്ടാകും എന്നാണ്, ഫിയറ്റ് ഈ വണ്ടി നമ്മൾ സ്റ്റാർട്ടാകും എന്നാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറക്കാം. ചെറുതായിട്ട് ശകലം ഒന്ന് ബോണറ്റ് നമുക്കൊന്ന് പൊക്കാം. കൈയെടുത്ത് അപ്പം ബാറ്ററി ഇവിടെ ആയിരുന്നു. ബാറ്ററിയുടെ 2 ടെർമിനലും അഴിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കാണുന്ന ഇത് എയർ ഫിൽറ്ററാണ്. ഇതൊക്കെ ഇപ്പം നമുക്ക് ഇതൊക്കെ എലിക്കാട്ടോ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. മൊത്തത്തിൽ ആകപ്പാട് വല്ലാത്ത ഡേർട്ടി കണ്ടീഷനിലാണ്. നമുക്ക് ആദ്യം നോക്കാം. ഇതിൻ്റെ റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടാകത്തില്ല, വെള്ളമില്ല, എംറ്റിയാണ്. അതുപോലെ നമുക്ക് എഞ്ചിൻ ഓയിൽ ലെവൽ നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. എന്തായാലും റേഡിയേറ്ററിൽ വെള്ളമില്ല, നമുക്ക് ആദ്യം റേഡിയേറ്ററിൽ നിന്ന് വെള്ളം നിറയ്ക്കാം. വെള്ളം ഇവിടെ കിടന്ന് വറ്റിപ്പോയതായിരിക്കും. എന്തായാലും കുറച്ചൊഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് നിറഞ്ഞിട്ടുണ്ട്. അപ്പം ലീക്കില്ല എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് ഇത് റേഡിയേറ്ററിൻ്റെ ഇതാണ്, ഫ്ലോട്ട് കിടക്കുന്നതാണ്. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. അതിനകത്തും വെള്ളമുണ്ട്. അപ്പോൾ കണ്ടു കിടന്ന വെള്ളം അതുപോലെ അന്ന് നിർത്തിയിട്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നു, അതുപോലെ കിടക്കുകയാണ്. ഇനി നമുക്ക് റേഡിയേറ്റർ ക്ലോസ് ചെയ്യാം. നമുക്ക് എയർ ഫിൽറ്റർ ഒന്ന് നോക്കാം. ഇതൊക്കെ ഇത്രയും പഴക്കവും ഉള്ള സാധനമാണ്. ഇതൊക്കെ അഴിക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ക്ലിപ്പൊക്കെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയ പാടാണ്. പിന്നെ നമുക്കിത് കടയിൽ നിന്ന് പോയി അത്ര പെട്ടെന്ന് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. ഇത് അഴിക്കേണ്ടി വരും. ഇനിയിപ്പോൾ എയർ ഫിൽറ്റർ അഴിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് എയർ ഫിൽറ്റർ അഴിക്കാതെ തന്നെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം. അതിനുശേഷം പിന്നീട് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് എയർ ഫിൽറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് എയർ ഫിൽറ്റർ അഴിക്കാതെ തന്നെ ഒരു കാര്യം ചെയ്യാം. ഫ്യൂവൽ പമ്പ് ചെയ്ത് ഡീസൽ വരുത്താൻ പറ്റുമെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ടാകും, സെൽഫ് എടുക്കാൻ പറ്റുമെന്ന്. നമുക്ക് ക്രാങ്ക് ചെയ്ത് സെൽഫ് എടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഇല്ലെങ്കിൽ മാത്രം തള്ളിയെടുക്കുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ബാറ്ററി ചാർജ് ഉള്ളതുകൊണ്ട് നമുക്ക് ക്രാങ്ക് ചെയ്ത് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ. ഇത് വരുന്നത് ഇതിൻ്റെ ആക്സിലേറ്റർ. നമ്മൾ ആക്സിലേറ്റർ പെഡലിൽ നമ്മൾ ചവിട്ടുമ്പോൾ ഈ ഒരു ലിവറാണ് വലിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീസൽ പമ്പാണ്. ഡീസൽ പമ്പിൽ നിന്ന് ഉള്ള ഔട്ട്ലെറ്റ് ഇങ്ങനെ വന്നിട്ട് നേരെ ഫ്യൂവൽ ഇഞ്ചക്ടറിനകത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ടറാണ് ഇവിടെ ഉള്ളത്. ഫ്യൂവൽ ഇഞ്ചക്ടറിന് 4 സിലിണ്ടറാണിത്. വണ്ടി 4 സിലിണ്ടർ ഓവർ ഹെഡ് ക്യാം എഞ്ചിനാണ്, ഡീസൽ എഞ്ചിനാണ്, ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. അതേപോലെ ഇതിൻ്റെ ഡീസൽ പമ്പാണിത്. ഇത് പണ്ടുള്ള മോഡലാണ്, പഴയ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഡീസൽ പമ്പാണ്. ഇത് ഹാൻഡ് പമ്പാണ്. ഇത് കൈകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഡീസലിനകത്ത് എയർ ട്യൂബിനകത്ത് എവിടെയെങ്കിലും എയർ കയറി കഴിഞ്ഞാൽ നമുക്കിത് പമ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡാണ്, ഇതിനകത്ത് വരുന്ന ബ്രേക്ക് ഫ്ലൂയിഡാണ്. അതേപോലെ ഇത് സ്റ്റിയറിങ്ങിൻ്റെ ക്യാമാണ് ഇത് വരുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ ഇതാണ് വരുന്നത്, കൺട്രോൾ വരുന്ന ഇതാണ്. അതേപോലെ പിന്നെ ഗിയറിൻ്റെ ഇതാണ് ഇവിടെയാണ് വരുന്നത്. അതേപോലെ ഇത് ഒരു സാധാരണ പെട്രോൾ എഞ്ചിൻ വണ്ടിയേക്കാളും ഹെവി ആയിട്ടുള്ള എഞ്ചിനാണ് ഡീസൽ എഞ്ചിനുള്ളത്. ഇതതിൻ്റെ 4 വാൽവുകളാണ്. ഡീസലിൻ്റെ 4 പമ്പ് നോസിലുകളാണ്, ജെറ്റുകൾ ഇവിടെ 4 എണ്ണമാണ് വരുന്നത്. അതിൻ്റെ ഹീറ്റർ പ്ലഗ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് നമ്മുടെ റേഡിയേറ്ററിൻ്റെ വെള്ളം ചൂടാകുന്ന ഹീറ്റിംഗ് കണക്ഷനാണ്. അതായത് എഞ്ചിൻ ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ
അത് കാണിക്കുന്ന ഹീറ്റ് കാണിക്കുന്ന കണക്ഷനാണിത്. അതേപോലെ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഒന്നും തൽക്കാലം എലി അറുത്ത് പോയിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം, നമുക്ക് ശ്രമിച്ച് നോക്കാം. ഇപ്പോൾ എന്തായാലും ഇതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡീസൽ ഇപ്പോൾ എന്തായാലും സെൽഫ് എടുക്കാനായിട്ട് വേണമെങ്കിൽ നമ്മുടെ ഡീസൽ പമ്പ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിത് അഴിച്ചിട്ട് ഡീസലൊന്ന് പമ്പ് ചെയ്ത് ഡീസൽ ഇവിടെ വരുത്തണം, എങ്കിൽ മാത്രമേ, കാരണം ഇത്രയും സമയം അല്ലെങ്കിൽ അടിക്കുമ്പോൾ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡീസലൊന്ന് പമ്പ് ചെയ്യാം. ഇപ്പം പമ്പ് ടൈറ്റ് ആയിട്ടുണ്ട്. ഡീസൽ എടുത്തിട്ടുണ്ട്. ഡീസൽ നമുക്ക് ഇതിലേക്കൂടെ ചാടുന്നുണ്ട്. കാരണം ഡീസൽ ഇവിടെ എത്തിയിട്ടുണ്ട്. പമ്പ് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ സെൽഫ് ഒന്ന് കറങ്ങി കിട്ടിയാൽ നമുക്ക് പിന്നെ എടുത്തോളൂ എന്ന് പ്രതീക്ഷിക്കാം. പമ്പ് അങ്ങ് ടൈറ്റ് ചെയ്യാം. പമ്പ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബാറ്ററി എടുത്ത് വെക്കാം. ബാറ്ററി വെച്ചു. നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഒന്ന് കണക്ട് ചെയ്യാം. തൽക്കാലം നമുക്ക് അഴിച്ചുറപ്പിച്ച് വെക്കാം. നമുക്ക് പിന്നീട് ടൈറ്റ് ചെയ്യാം. ഇത് നെഗറ്റീവാണ്, ഇത് ടൈറ്റ് അല്ല ഒട്ടും. പക്ഷേ എങ്കിലും ഒരുമാതിരി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൽക്കാലം നമുക്കൊരു സെൽഫ് എടുക്കാനും മാത്രം രീതി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് സെൽഫ് എടുക്കാനായിട്ട് നമുക്ക് നോക്കാം. ബോണറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ ക്രാങ്ക് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ അനിയനാണ് ഈ വീഡിയോ എടുക്കുന്നത്, പുള്ളിക്കാരൻ. അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിൻ റൂമിൽ എങ്ങനെയാണ് സെൽഫ് എടുക്കാൻ നേരം സംഭവിക്കുന്നതെന്ന് കാണിക്കും. ഇവിടെ ഇട്ട് തന്നെ കാണിക്കാം. വ്യത്യാസമൊന്നുമില്ല, ഒരു സംഭവങ്ങളും ഇല്ല. ഒറ്റ ഷോട്ടിനകത്ത് എടുത്തേക്കുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത്. ഞാനതൊന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം. ഹീറ്റർ പ്ലഗ് വർക്ക് ചെയ്യുമെങ്കിൽ ഹീറ്റാകും. ഹീറ്റ് ആകാതെ കൊണ്ട് ഒരിക്കലും നമുക്ക് വണ്ടി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത് ഇത്രയധികം കോൾഡായിട്ട് കിടക്കുന്ന വണ്ടിയാണ്. ഹീറ്റർ പ്ലഗ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതില്ല എങ്കിൽ നമുക്ക് വണ്ടി തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അത് നമുക്ക് അടുത്ത ഓപ്ഷനാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് ക്രാങ്ക് ചെയ്ത് വണ്ടി ഇടുമ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു ഇതിൻ്റെ ഇയറിങ് സംവിധാനം അകത്തേക്ക് കാണാം. ഇതിനകത്ത് നമുക്ക് ഈ കീ ഇട്ടിട്ട് ഇവിടെ ഒരു അനക്കവും ഇല്ല. നമുക്ക് ഇവിടെ ഒരു ഹീറ്ററിന് നമ്മളൊരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും അത് ബാറ്ററിക്ക് പവറുണ്ട്. ഹീറ്ററിൻ്റെ ടൈമർ എടുക്കുന്നുണ്ട്. അപ്പോൾ ടൈമർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. എന്തായാലും കുറച്ച് സമയം നമുക്ക് ഹീറ്റ് ചെയ്യാം. കാരണം ഒറ്റയടിക്ക് ഇതെടുക്കാൻ സാധ്യതയില്ല. കാരണം കുറേ സമയം കൊണ്ട് നമുക്ക് പ്രശ്നമുള്ളതായത് കാരണം 2-3 പ്രാവശ്യം നമുക്ക് വിട്ടൊന്ന് ഹീറ്റ് ചെയ്യാം. അപ്പോൾ പ്ലഗ് നല്ലപോലെ ഹീറ്റായി കഴിഞ്ഞാൽ ഡീസലിൽ നല്ല കംപ്രഷൻ കിട്ടും. നമ്മളിപ്പം പമ്പ് ചെയ്തതായതുകൊണ്ട് ഡീസൽ അവിടെ എത്തിയിട്ടുണ്ട്, പമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ഫ്യൂൽ ഇഞ്ചക്ടറിനകത്തേക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ എടുക്കും. എങ്കിലും ഫിയറ്റ് ആയതുകൊണ്ട് നമുക്ക് വിശ്വാസമുണ്ട് 2 വർഷം കഴിഞ്ഞാലോ 3 വർഷം കഴിഞ്ഞാലോ വണ്ടി അനങ്ങാതെ കിടന്നാൽ സ്റ്റാർട്ടാകും എന്നൊരു വിശ്വാസമാണ്. മറ്റേത് വണ്ടിയെപ്പോലും ന്യൂ ജനറേഷൻ വണ്ടിയെ പോലെ അല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് നോക്കാം. എന്തായാലും ഇത്രയും ഹീറ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഇതിപ്പോൾ ഗിയർ ഒന്ന് ന്യൂട്രലാക്കി, സ്റ്റിയറിംഗ് ഗിയറാണ് ന്യൂട്രലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് സെൽഫ് ക്രാങ്ക് ചെയ്ത് നോക്കാം, വണ്ടി എടുത്ത് നോക്കാം. വണ്ടി എടുക്കുന്നതിൻ്റെ ഒരു ലക്ഷണം കണ്ടിട്ടുണ്ട്. എന്തായാലും അതൊരു വലിയ ഇതാണ്. എൻജിൻ റൂമിനകത്തേക്കൊന്ന് കാണിക്കാം.
വണ്ടി സെൽഫ് ക്രാങ്കിങ്ങിൽ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് റൈസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ആക്സിലേറ്റർ. പുകയടിക്കുന്നുണ്ട് വണ്ടി. ഇതിപ്പം 1.5 വർഷത്തിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള പുക വണ്ടിക്ക് ഉണ്ട്. നമുക്ക് ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മളൊരു അബദ്ധമായിട്ടുള്ളൊരു പരിപാടിയാണ് നമ്മൾ ചെയ്തത്. കാര്യം വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ നോക്കാതെയാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അതൊരിക്കലും ശരിയല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. നമ്മളത് കഴിഞ്ഞ ആഴ്ച ബാറ്ററി അഴിക്കാൻ നേരം ഞാൻ ഇതിൻ്റെ ജസ്റ്റ് എഞ്ചിൻ ഓയിൽ ഒന്ന് നോക്കിയായിരുന്നു. ഇതാണ് നമ്മുടെ എഞ്ചിൻ ഓയിൽ നോക്കുന്നതിൻ്റെ ലെവൽ. ഇതിൻ്റെ ലെവൽ നോക്കിയപ്പോൾ ഇത് കരി ഓയിൽ മാതിരി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് ശരിക്കും ഭയങ്കര കരി ഓയിൽ മാതിരി ഇത്രയും കിടന്ന് ഓയിൽ കിടന്ന് അങ്ങ് സ്റ്റക്കായി ഇത് കരി ഓയിൽ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണം. അപ്പോൾ വണ്ടി ഇത്രയും സ്റ്റക്കായിട്ട് കിടന്ന ഈ കരി ഓയിൽ പോലുള്ള പരുവത്തിലിരിക്കുന്ന ഈ വണ്ടി പോലും ഇത്രയും സമയത്തിൽ ഏറ്റവും മിനിമത്തിൽ നമ്മൾ ഹീറ്ററുകളൊക്കെ ഉണ്ടാകുന്ന എന്തായാലും വർക്ക് ചെയ്തു, അത് ഹീറ്റ് ചെയ്തു, ഡീസൽ പമ്പ് ചെയ്തു. അത് വന്നതിന് ശേഷം എന്തായാലും നമ്മൾ എയർ ഫിൽറ്റർ പോലും അഴിച്ചില്ല, ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ ഈ വണ്ടി സ്റ്റാർട്ടായി എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫിയറ്റ് വണ്ടിയുടെ ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും എത്ര പെട്ടെന്നാണ് ഒരു ഡീസൽ എഞ്ചിൻ ഫയറായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇതേപോലെയുള്ള പഴയ വണ്ടികളെ സ്നേഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും ഫിയറ്റ് പോലുള്ള വണ്ടികളെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അത് എങ്ങനെയാണ് ഇത് പ്രിയപ്പെട്ടതാകുന്നത് എന്ന് പറയുന്നത്, എത്ര വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ വന്നിട്ട് ഒരു ബാറ്ററി മാറ്റി വെച്ചോ ഒന്ന് തള്ളിയാലോ ഒക്കെ ആ വണ്ടി ഫയറാകും. പക്ഷേ ഇപ്പോൾ അത് വണ്ടി ഓടാൻ പറ്റുന്ന കണ്ടീഷനിലാണോ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. എന്തായാലും ഇന്ന് നമ്മൾ ചെയ്തതായതുകൊണ്ട് വണ്ടി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഒരു ചെറുതായിട്ടെങ്കിലും എടുക്കാം. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ സംഗതികളെല്ലാം ഇളകിയിരിക്കുകയാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഈ വണ്ടി ഒന്ന് ഓടിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് ഓടിക്കാം. ഇത് എൻ്റെ അനിയനാണ് ഷാനിയാസ്. അദ്ദേഹമാണ് ഇത്രയും നേരം ഈ ക്യാമറ ഇത് വർക്ക് ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകളും കൂടെ നമുക്കൊന്ന് കേൾക്കാം വണ്ടിയെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ഏകദേശം 25ഓളം വർഷമായി നമ്മുടെ വീട്ടിൽ അന്നത്തെ പോലെ തന്നെ ഈ കാറുകളുണ്ട്. ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്നു. പുതിയ വണ്ടികൾ വന്നതിന് ശേഷം ഉപയോഗം കുറഞ്ഞെങ്കിൽ ബാംഗ്ലൂരും അതുപോലെ തന്നെ തിരുനെൽവേലി ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ട്രിപ്പുകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു വീട്ടിൽ അന്നത്തെ പോലെ തന്നെയാണ്. അപ്പം അടുത്ത കാലത്തായി നമ്മൾ ഉപയോഗിക്കാത്തതൊന്നും വീട്ടിൽ തന്നെ ഉണ്ട്. നമ്മളത് റീസ്റ്റോർ ചെയ്തത് എല്ലാ രീതിയിലും പുതിയ രീതിയിൽ അത് കൊണ്ടുവരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. അപ്പം ഏകദേശം 1.5 വർഷത്തോളം ഉപയോഗത്തിന് ശേഷം അത് നിർത്തിയിട്ട അവസ്ഥയിൽ നമുക്കിന്ന് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ ബാക്കിയുള്ള വർക്കുകൾ നടത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ വിശ്വസിക്കുന്നു. എല്ലാം ഇതിൻ്റെ ഈ മൽക്കാട് ഇതിൻ്റെ ഈ ഫ്രണ്ട് ബമ്പർ ഒരെണ്ണം ഇളയിരിക്കുകയാണ്. അതുകൊണ്ട് റോഡിൽ ഇറങ്ങിയാൽ ഇളകി താഴെ പോയ പ്രശ്നം നമുക്ക് ബമ്പർ മാറണം. എന്തായാലും നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്തൊന്ന് എടുക്കാം. 4 ടയറിലും കാറ്റ് വലിയ കുറവില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം.
ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ആ ക്രിയേറ്റർ റോഡിൽ ഒളിഞ്ഞ് വേറൊരു വീടായിട്ട് ഉടനെത്തുന്നതാണ്.